നിങ്ങൾ ഈ സ്പൈഡർമാൻ എന്ന് കേട്ടിട്ടുണ്ടോ? പക്ഷെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യൻ സ്പൈഡർമാനെ കുറിച്ചാണ്. അതല്ല ഇത്. പോത്ത് പോലെ വളർന്നിട്ടും കുട്ടികളുടെ കൂടെ ഗോട്ടി കളിക്കുന്ന ഇയാളാണ് നമ്മുടെ നായകൻ ശ്യാം. വല്ല പണിക്കും പോയിക്കോട്ടോ, ഇത്രയും പ്രായമുണ്ടല്ലോ. ഈ ഷ്യാമിനൊരു ഗേൾ ഫ്രണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ വീഡിയോ കാണുന്നവരിൽ സിംഗിൾ ആയവർ സിംഗിൾ എന്ന് കമന്റ് ചെയ്യുക. ഒരു ദിവസം ഗേൾ ഫ്രണ്ടുമായി നടക്കാനിറങ്ങിയ ശ്യാം ഗേൾ ഫ്രണ്ടിന്റെ കാലിൽ തറച്ച ഒരു മുള്ളെടുത്ത് കൊടുക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ അവരെ പ്രണയത്തിലാകുകയാണ് സുഹൃത്തുക്കളെ, പ്രണയത്തിലാകുകയാണ്. ഇങ്ങനെയുള്ള സിനിമകൾ കാണുന്ന എന്നെ സമ്മതിക്കണം. ഒരു ദിവസം കുറച്ച് ഗുണ്ടകൾ വന്നിട്ട് അവന്റെ ഗേൾ ഫ്രണ്ടിനെ ആക്രമിക്കുകയാണ്. ശ്യാം അവളെ രക്ഷിക്കാൻ വേണ്ടി ഒന്നും ചെയ്യില്ല, ഇങ്ങനെ ഒരു മൊണ്ണ. അപ്പം തന്നെ കുറച്ച് നാട്ടുകാർ വന്നിട്ട് അവളെ രക്ഷിക്കും. അപ്പം തന്നെ അവൾ ശ്യാമിനെ തേക്കുകയാണ് സുഹൃത്തുക്കളെ, തേക്കുകയാണ്. എല്ലാവരും സന്തോഷിച്ചാട്ടെ. അതുകൊണ്ട് തീർന്നില്ല, വല്ല പണിക്കും പോടാ തെണ്ടി എന്ന് പറഞ്ഞ് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ അവനെ പുറത്താക്കുകയാണ്. ഇതെല്ലാം ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശ്യാമിന്റെ അടുത്തേക്ക് പെട്ടെന്ന് കണ്ടാൽ ഒറിജിനൽ ആണെന്ന് പറയാത്ത രീതിയിലുള്ള 100% ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള താടിയും മുടിയും വെച്ച ഒരു മുനി പ്രത്യക്ഷപ്പെടുകയാണ്. അവന്റെ ദുഃഖം കണ്ട് മനസ്സലിഞ്ഞു പോയ ആ പാവം ഡ്യൂപ്ലിക്കേറ്റ് മുനി അവനെ ദേസി സ്പൈഡർമാൻ ആക്കുകയാണ്. ഇവിടെയാണ് ഒരു നായകൻ ജനിക്കുന്നത്. അതിനുശേഷം നമ്മുടെ സ്വന്തം സ്പൈഡർമാൻ ചെയ്യുന്ന ചില കാര്യങ്ങളാണ്: നാടിനെ കൊള്ളയടിക്കാൻ വന്ന തീവ്രവാദികളെ ഇല്ലാതാക്കുക, ഗേൾഫ്രണ്ടിനെ ശല്യപ്പെടുത്തുന്നവരെ അടിച്ചോടിക്കുക. ഇങ്ങനെ ചെയ്യുന്ന സ്പൈഡർമാനോട് അല്ല, ദേസി സ്പൈഡർമാനോട് അവൾക്ക് ഇഷ്ടം തോന്നുകയാണ് സുഹൃത്തുക്കളെ, ഇഷ്ടം തോന്നുകയാണ്. അതിനുശേഷമാണ് ആ ഫേമസ് പാട്ട് വരുന്നത്: സ്പൈഡർമാൻ തൂനെ ചുരായ മേരെ ദിൽ ക ചൈൻ. ഓഹോ. ഈ പാട്ട് പാടി എന്നോട് നിങ്ങൾ ക്ഷമിക്കുക, കാരണം പാട്ടിട്ടാൽ ചിലപ്പോൾ കോപ്പിറൈറ്റ് വരും. ആ കോപ്പിറൈറ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പാടിയത്. ഈശ്വര ഭഗവാനെ, ഈ സിനിമയൊന്നും ടോം ഹോളണ്ട് കാണല്ലേ. ജെയ്സി സ്പൈഡർമാനെ കൊണ്ട് പുറത്തിമുട്ടിയ ആ തീവ്രവാദികൾ ഒരു ചർച്ചയിലൂടെ അത് കണ്ടെത്തുകയാണ്. ഒന്നുമില്ല, നമ്മുടെ സ്പൈഡർമാന് വെള്ളം അലർജിയാണ് അത്രേ. അപ്പം നീ കുളിക്കലൊന്നുമില്ലേ? പിന്നെ നമ്മുടെ ശ്യാമാണ് ജെയ്സി സ്പൈഡർമാൻ എന്നുള്ള സത്യം അവന്റെ ഗേൾഫ്രണ്ട് മനസ്സിലാക്കുകയാണ്. അങ്ങനെ അവർ വീണ്ടും ഒന്നിക്കുന്നു. അങ്ങനെയാണ് ഈ അപരാധ പടം തീരുന്നത്. അപ്പോൾ ഈ വീഡിയോക്ക് മാക്സിമം ലൈക്ക് തന്ന് ഇനിയും ഒരുപാട് കൂറ സിനിമകൾ റിവ്യൂ ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് തരേണ്ടതാണ്.